പോലീസിന് കുറെ നാളായിട്ട് ധാർഷ്ട്യം ബാധിച്ചിരിക്കുകയല്ല. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തകർ സമരം ചെയ്തു. അത് ന്യായമായ സമരമാണ്. അവർ അതിക്രമം കാണിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇതെല്ലാം മജിസ്ട്രേറ്റും കോടതിയും എല്ലാം കാണുന്നതാണല്ലോ. സ്വാഭാവികമായിട്ടും ഇത് കേരള സമൂഹം കാണുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ അവർ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഹാജരാക്കണം. പക്ഷെ ഞങ്ങൾ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് അവർക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടിയില്ല, ഞങ്ങളിവിടെ തന്നെ ഇരിക്കും. തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ സമരവും ഈ വരുന്ന ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കിയിട്ട് പോലീസ് ഈ അർദ്ധരാത്രി തന്നെ അത് ഞങ്ങളുടെ ഒരു സമരത്തിന്റെ തന്നെ ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം അല്ലെങ്കിൽ പോലീസ് അറിയാലോ, പോലീസ് ഞങ്ങളിത് പറഞ്ഞ് നാളെ രാവിലെ ഹാജരാക്കുള്ളൂ എന്ന് പറഞ്ഞത്, പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു കാരണം സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് ലാസ്റ്റ് ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ഈ ജനത്തിന്റെ വികാരം മനസ്സിലാക്കി ഞങ്ങളെപ്പോലെ ഇപ്പൊ MP, ഞങ്ങൾ MLA മാർ, മറ്റ് KPCC ഭാരവാഹികൾ, DCC പ്രസിഡന്റ് അടക്കമുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കന്മാർ, അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയൊക്കെ ആ പ്രതിഷേധം പോലീസ് മനസ്സിലായി. അത് കൈവിട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമെന്ന് പോലീസിന് വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് ഈ അർദ്ധരാത്രിയും കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അന്ന് ചെരുപ്പേറുടെ കാര്യത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെന്നോട് അത് ശരിയായ പ്രവണതയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ചെരുപ്പേറുണ്ടായിട്ട് കോടതി എന്താ പറഞ്ഞത്? പെരുമ്പാവൂർ കോടതി അത് രൂക്ഷമായി വിമർശനം നടത്തി. എന്തിന് വധശ്രമത്തിന് കേസെടുത്തു എന്ന് കോടതിയാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്. ആ കോടതി രൂക്ഷമായി വിമർശിച്ചു. അതാ ഞങ്ങൾ പറഞ്ഞത്, ഈ സമരങ്ങളെല്ലാം കോടതി കാണുന്നുണ്ട്. എല്ലാ കോടതികളും അവർക്ക് കണ്ണും കാതുകളും ഉള്ളതല്ലോ, കോടതി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ ആ കോടതികൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇവിടെ ജാമ്യം കിട്ടിയില്ലേ ഞങ്ങളിവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ റിമാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. കാരണം ഇങ്ങനെ നോൺ ബെയിലബിൾ ഇടേണ്ട ഒരു സാഹചര്യമില്ല.